എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അതായത് മുമ്പ് ഞാൻ വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു വഴുതനങ്ങ അവർക്കൊന്നും ഇഷ്ടമല്ലെന്ന്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഒരു വെജിറ്റബിൾ ആണ് വഴുതനങ്ങ. നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കാനും ഹാർട്ടിന്റെ ഹെൽത്തിനും സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ് വഴുതനങ്ങ. അപ്പം നമ്മളത് തീർത്ത് ഒഴിവാക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഇടയ്ക്കെങ്കിലും അത് ഉപയോഗിച്ചിട്ടുള്ള നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്താൽ അത് നമുക്ക് ഇഷ്ടപ്പെടും. അതേപോലുള്ള കറികൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോൺ വെജ് മാത്രം കഴിച്ചാൽ പോരല്ലോ, വെജിറ്റേറിയൻ ഫുഡും നമ്മൾ കഴിക്കണമല്ലോ. അതിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും പിന്നെന്താ ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ. അതും നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അധികം സമയം വേണ്ട, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് രാവിലെ തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അരപ്പുണ്ടാക്കി ബുദ്ധിമുട്ടണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും. അപ്പോൾ വരും നമ്മളുടെ വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വഴുതനങ്ങയാണ്. ഇത് സാമാന്യം വലിപ്പമുള്ളതാണ്. ഇത് നല്ലതുപോലെ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്യണം. അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി, അങ്ങനെ അധികം കനമില്ലാത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന് ഈ വഴുതനങ്ങയ്ക്ക് കറയുണ്ട്. അതുകൊണ്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ അത് ഇട്ട് വയ്ക്കണം. ഇത് പകുതി സവാളയാണ്. അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. അര ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽമുളക് അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇത് ഒന്ന് മൂത്ത് കിട്ടും. സവാള ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വേണം, വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു. വീണ്ടും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം നമ്മൾ ലോയിലാക്കി വെച്ചാൽ മതി, കൂടുതൽ ചൂട് വേണ്ട. വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്നത് വെന്ത് കിട്ടും. വഴുതനങ്ങ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം.
ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഇത് ഒരു 1/2 ടീസ്പൂണൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. അല്ലെങ്കിൽ കായത്തിൻ്റെ ചുവ കൂടുതലായിട്ട് നിൽക്കും. ചിലർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് അധികം വരുന്നത് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് പുളി എടുത്തിരുന്നത്. അത് പിഴിഞ്ഞുള്ള ആ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് വേറെ നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല, തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അതായത് ഈ വഴുതനങ്ങയിലേക്ക് ഈ പുളിയും ഉപ്പും എരിവും എല്ലാം നല്ലതുപോലെ പിടിക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി ആ കഷ്ണത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് എരിവും ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് അതിന്. നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ബെസ്റ്റാണ്. ഇത് ഒഴിച്ചുകറിയായിട്ടോ സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൂട്ടാവുന്നതാണ്. ഈ വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുമോ എന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മുമ്പ് വഴുതനങ്ങ അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്, ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.